എനിക്കൊന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എടാ, ഈ കുട്ടി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കിതൊന്നും വിശ്വാസമാവണില്ലേ? എടാ, അവളെ വിശ്വാസമില്ല എന്നല്ല, മൊത്തത്തിൽ ഞാൻ ആ റൂമിൽ കണ്ടതും പിന്നെ ഡെന്നീസും പിന്നെ അന്ന പറഞ്ഞ കുറേ കഥകളും എല്ലാം കൂടെ ഒരു... അല്ല, അന്ന പ്രേതാണെങ്കിൽ പിന്നെ ഈ പ്രതികാരം ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഒരു പതിവ്. ഇതിപ്പോ ഞങ്ങളെ കൊണ്ടിപ്പോൾ എന്താ ചെയ്തു തരാൻ കഴിയുക? അതെ, പക്ഷേ എനിക്ക് ഈ വീട് വിട്ട് പുറത്തു പോകാനാവില്ല. കാരണം ജീവിച്ചിരിക്കുന്ന അന്നയേക്കാൾ മരിച്ച അന്നയാണ് അവർ പേടിക്കുന്നത്. ഡെനീസ്, പണത്തിനു വേണ്ടി വീട്ടിലുള്ളവരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹോം നഴ്സിനെ സ്വയരക്ഷാർത്ഥം വെടിവെച്ചു കൊന്നു. നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ന്യായം മതിയാവും. പക്ഷെ അവൾ തിരിച്ചു വരും. കനലൊടുങ്ങാത്ത മനസ്സോടെയാണ് അവൾ മരിച്ചു വീണത്. മറവ് ചെയ്ത 7 ദിവസത്തിനകം അവളുടെ ശരീരം എനിക്ക് കിട്ടണം. അത് കത്തിച്ച് ചാരമാക്കണം. കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. ആ വേലി പൊട്ടിച്ചവൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതാരും തകർക്കാത്തിടത്തോളം പുറത്ത് ഡെന്നീസ് സുരക്ഷിതനായിരിക്കും. ഈ വീടിന്റെ എവിടെയാണ് ആ ചാരമുള്ളത്? അത് കണ്ടെത്തി നശിപ്പിക്കാനായ എനിക്ക് അവരില്ലാതാക്കാൻ കഴിയും. അത് സംഭവിക്കാതിരിക്കാനാണ് അയാൾ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഓ, അപ്പൊ ആ പുല്ല് നമ്മളെ യൂസ് ചെയ്താണ് ഈ വീടാരും വാങ്ങിച്ച് പൊളിച്ചു കളയാതിരിക്കാൻ. ഇതിപ്പോ എവിടാന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുക. വ്യക്തമല്ല, പക്ഷെ ഇവിടെ എവിടെയോ ഉണ്ട്. എടാ, ഈ പറഞ്ഞ സാധനം നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മൾ വഴി തെറ്റി ഇവിടെ എത്തിയത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ആ പുല്ലനൊന്നും ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. വാടാ. അവിടെ നോക്ക്. ഇതെവിടെയാന്ന് വല്ല സൂചനയും കിട്ടിയിരുന്നെങ്കിൽ. അനിയത്തി അവരെവിടെയാണ് എന്തെങ്കിലും അറിയോ? ചിലപ്പോ അവിടെ എങ്ങാനും.
ഇല്ല. ഫാദർ, ഞാൻ എന്റെ പിള്ളേരെ അങ്ങോട്ട് വിട്ടിരുന്നു. പക്ഷേ അത് ആ വീട്ടിലേക്കല്ല. ഉടനെ അവരെ വിളിക്കും. അവരെവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും അറിയണം. ഓക്കെ, ശരി ഫാദർ. ഫാദർ, അവർ ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദർ? എനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. ഡെലീസ്, നിങ്ങൾ ആ കാർ എടുത്തിട്ട് വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ശരി ഫാദർ. ഞാൻ അവർക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത ആളെ വിളിച്ചിരുന്നു. പക്ഷെ ആരും ഇവിടെ എത്തിയിട്ടില്ല. അതെ, അവർ ബെഞ്ചമിൻ ബംഗ്ലാവിലുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഡെന്നീസ്, ഓഫ് ചെയ്ത് വെക്കേ.